പിന്നിട്ട നാൾ വഴികളിലെ കാഴ്ചകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ്. പ്രകൃതി ഭംഗിയുടെ മറ്റൊരു പര്യായം എന്ന് പറയാം ഈ സ്ഥലത്തെ. നെല്ലിയാമ്പതിയെ മാറ്റി വെക്കാൻ പറ്റിയൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം. ഏകദേശം ഒരു വർഷം മുമ്പ് ഞങ്ങൾ അവിടേക്ക് നടത്തിയ യാത്ര അതിമനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. 2 ദിവസം അവിടെ താമസിച്ച് ആനമട, മിന്നാപ്പാറ, കാരസൂരി, കുട്ടയങ്കാട്, കേശവംപാറ തുടങ്ങിയ അവിടെയുള്ള കാഴ്ചകൾ മുഴുവൻ ഞങ്ങൾ ആസ്വദിക്കുകയുണ്ടായി. ആ കാഴ്ചകൾ നമുക്ക് കാണാം. വീഡിയോ ആസ്വദിച്ചെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് തുടങ്ങാം. വെൽക്കം ബാക്ക് ടു മൂവി ട്രാവൽ ഇൻഫോ. പോത്തുണ്ടി ഡാമിൽ നെല്ലിയാമ്പതിക്ക് മുന്നേ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിനകത്ത് കയറി ഇനിയിപ്പോൾ ഞങ്ങൾ പോത്തുണ്ടി ഡാമിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ, അടിപൊളി സീനറീസ് ആണ്. സമയം ഇപ്പോൾ 3 മണിയായി. സംഭവം വെടിക്കെട്ട് കാഴ്ചകളാണ്, കാണേണ്ട കാഴ്ചകളാണ്. നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത് പോത്തുണ്ടി ഡാമിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഡാമിലുള്ള ഈ പോത്തുണ്ടി ഡാമിൽ നമുക്ക് വളരെയേറെ നേരം സമയം ചെലവഴിച്ചാലും നമുക്ക് സമയം പോകുന്നത് അറിയുക പോലുമില്ല. അതുപോലെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ആ കാഴ്ചകൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മുന്നിലേക്ക് യാത്ര തുടർന്നു. തുടർന്നുള്ള യാത്ര കാട്ടിൽ കൂടെ ചെറിയ വഴികൾ കൂടെ ഉള്ളതാണ്. വഴിയിൽ ഇഷ്ടം പോലെ നമുക്ക് വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് വണ്ടി നീങ്ങി ആദ്യം തന്നെ നമ്മുടെ കാഴ്ചകൾ തുടങ്ങുന്നത് ഒരു മലയണ്ണാനിൽ നിന്നായിരുന്നു. വളരെയേറെ വെള്ളച്ചാട്ടങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ കണ്ടുവെങ്കിൽ അവിടെയെല്ലാം നമ്മൾക്ക് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ് ബോർഡുകൾ വളരെയധികം എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങരുത്, അപകടമാണെന്നുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹത്തെ മനസ്സിലൊതുക്കുകയും ചെയ്തു. ആനയൊക്കെ ഇത് കയറി ഇറങ്ങുന്നു, ഞാനേലും വിശ്വസിക്കല്ലേ? പിന്നല്ല അവിടെ കിടന്നു കണ്ടില്ല ആന. അത് കയറി ഇറങ്ങും. അപ്പുറത്തുനിന്നാ കയറി ഇപ്പുറത്തോട്ട് വരുന്നത്. അവർ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ പോയിടത്തുനിന്ന് ഇപ്പുറത്ത് നെല്ലിയാമ്പതിയാണ്. അതിനുശേഷം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയൊരു കാഴ്ചയായിരുന്നു. ആ വ്യൂ പോയിന്റിന്റെ എതിർവശത്തായിട്ടുള്ള കീഴ്ക്കാൻ തൂക്കായ വലിയ മലയുടെ ചുവട്ടിൽ, വലിയ മലയുടെ ഇടയിലുള്ള പാറക്കൂട്ടത്തിന്റെ നടുക്ക് ഒരു ആനക്കൂട്ടം അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച. അതൊരു അത്ഭുതകരവും പുതിയൊരു അറിവുമായിരുന്നു. ആനകൾ ഇങ്ങനെ വന്ന് അത്രയും വലിയ പാറകളുടെ മുകളിൽ കയറി നിൽക്കുമെന്നുള്ളത് പുതിയൊരു കാഴ്ചയും പുതിയൊരു അറിവുമായിരുന്നു. ആന നിൽക്കുന്നത് കണ്ടോളൂ. ആ മലയുടെ ചുവട്ടിലായിട്ട് കല്ലിന്റെ പുറത്ത് കണ്ണത്താ ദൂരത്തുള്ള ഉയരത്തിലുള്ള മലകൾ, ഡാം, അടിപൊളി കാറ്റ്, ഓരോ 1/2 കിലോമീറ്റർ ഇടവിട്ടും വെള്ളച്ചാട്ടം. അതാണ് നെല്ലിയാമ്പതി. ഒന്നും പറയാനില്ല, വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്കുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റ് കാണുക. നമ്മളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂസ്, മലകൾ, മല, കാട്,
ഡാം, പട്ടണം ഗ്രാമം ദൂരെ കാണാൻ പറ്റുന്നത്. പിന്നെ മനസ്സിലാക്കാൻ നമുക്ക് എക്സ്പീരിയൻസ് ഇവിടെ വന്നാലേ അത് അറിയുള്ളൂ. അതുപോലത്തെ കാറ്റിൻ്റെ സൗണ്ടും വെള്ളം ഒഴുകുന്ന സ്ഥലം. അതിനുശേഷം ഞങ്ങൾ പോയത് കട്ടയംകാട് എന്ന സ്ഥലത്തേക്കാണ്. അല്പം നേരം ഓഫ് റോഡ് റൂട്ടായിരുന്ന ഈ വഴിയിൽ കൂടെയുള്ള ഞങ്ങളുടെ യാത്ര അതിക്ലേശകരമായിരുന്നു തന്നെ അത് പറയാം. എന്നാൽ അടുത്ത ദിവസം പിന്നെ ഞങ്ങൾ മറ്റൊരു ജീപ്പ് വാടകയ്ക്ക് എടുത്ത് ആ ജീപ്പിൽ അങ്ങ് വരെ പോവുകയും ചെയ്തു. തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും അതിനിടയ്ക്ക് ഉയർന്നു നിൽക്കുന്ന മറ്റു മരങ്ങളുടെയും എല്ലാം കാഴ്ചകൾ കണ്ടുള്ള ഈ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഏതൊരു കാട്ടിൽ കയറിയാലും കിട്ടുന്നത് ബോണസായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു സംഭാവനയും കിട്ടും, അട്ടകടി. ഞങ്ങൾ കുറച്ചധികം ഓഫ് റോഡ് ഡ്രൈവ് എല്ലാം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ വളരെ നല്ല കാഴ്ചകളാണ്. സൂപ്പർ സ്ഥലം. കുറച്ച് ഓഫ് റോഡ് കറക്കമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നെല്ലിയാമ്പതി ടൗണിനകത്തോട്ട് വന്നിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലെ കുട്ടയംകാട് എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വന്ന് ഓഫ് റോഡ് ഡ്രൈവ് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് വന്യ റിസോർട്ട് കാണാൻ കിട്ടും. ഇവിടെ എത്തിപ്പെടുന്നതിന് ഭയങ്കര കഷ്ടപ്പാടാണ്, പക്ഷേ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ സൂപ്പറാണ്. വന്യ റിസോർട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ അടുത്ത് മാറി മറ്റൊരു റിസോർട്ടും ഉണ്ട്. അതാണ് കൈലാസം റിസോർട്ട്. 2 റിസോർട്ടുണ്ട് കാടിന് നടുക്കായിട്ട്. എന്താ പറയുന്നത്, വെടിക്കെട്ട് കാഴ്ചകളുമായിട്ടെന്നൊക്കെ പറയാം. ഐറ്റിഎൽ ഹോളിഡേയ്സ് എന്ന റിസോർട്ടിൽ മുറിയെടുത്ത ശേഷം രാത്രിയിൽ ഞങ്ങൾ വീണ്ടും നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രാമധ്യേയുള്ള മിഡിൽ ഡെക്ക് വ്യൂ പോയിന്റിൽ വന്നിട്ട് പോത്തുണ്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ദൂരെ നിന്ന് വളരെ നേരം ആസ്വദിച്ച് രാത്രിയിൽ വീണ്ടും തിരിച്ച് ഉറങ്ങാൻ പോയി. മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് തന്നെ 5:30 ആയപ്പം എഴുന്നേറ്റ് റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അല്പം കാഴ്ചകൾ കാണാൻ, പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെയും കാണാൻ പറ്റുമെന്നറിയാനായിട്ട് നെല്ലിയാമ്പതിയിൽ നിന്ന് നേരെ ഞങ്ങൾ കാരപ്പാറ റൂട്ടിൽ വന്നിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും വന്ന് കാപ്പിത്തോട്ടമാണ്. കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും തേയിലത്തോട്ടങ്ങൾ കണ്ട് എസ്റ്റേറ്റിനകത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചകൾ. ഒരു പ്രഭാതത്തിൽ കാണേണ്ട പ്രഭാതത്തിൻ്റെ കുളിർമ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് കാണണം. അടിപൊളി സ്ഥലമാണ്. ശരി, കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ 100 അടി എന്ന സ്ഥലത്ത് തിരിച്ചെത്തി. 100 അടി പാലത്തിൻ്റെ അരികിൽ ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ്. 70 വരെ കിട്ടിയുള്ളൂ. 70 വരെ കിട്ടിയുള്ളൂ. രാവിലെ കാപ്പി കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കേശവൻ പാറയാണ്. അല്പദൂരം കാടിനുള്ളിൽ കൂടെ നടന്നാണ് നമ്മൾക്ക് കേശവൻ പാറയിൽ എത്തേണ്ടത്. എന്നാൽ ഞങ്ങൾ നടന്ന് ഒരു പാറപ്പുറത്ത് എത്തുകയും ചെയ്തു. നല്ല കാഴ്ചകൾ കാണാനും സാധിച്ചു. എന്നാൽ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അത് കേശവൻ പാറ ആയിരുന്നില്ല, മറ്റേതോ സ്ഥലമായിരുന്നു. പക്ഷേ അതിനുശേഷം അന്നത്തെ ദിവസത്തിൻ്റെ മനോഹര യാത്രകളുടെ തുടക്കമായിരുന്നു ഒരു ഓഫ് റോഡ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ ആനമടയിലേക്ക് പോവുകയാണ്. അത് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ വണ്ടി പോവില്ല. ഇവിടുന്ന് 4 വീൽ ഡ്രൈവ് നമ്മൾ സെപ്പറേറ്റ് റെൻറ്റിനെടുത്തു. 1400 ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. റേറ്റ് ഓരോ സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകാനുള്ള റേറ്റ്. അതിൽ ആനമടയ്ക്കുള്ള റേറ്റ് 1400. അപ്പം 1500 നമ്മളോട് പറഞ്ഞത്. നമ്മൾ ആ റേറ്റിന് പോവുകയാണ് 1500 രൂപയ്ക്ക്. അപ്പം ആനമടയിലേക്കുള്ള യാത്ര. അപ്പോൾ അതിനിടയ്ക്ക്
നമ്മൾ കൂനമ്പാല എന്ന സ്ഥലത്ത് കൂനമ്പാല എന്ന സ്ഥലത്ത് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആനമടയിലേക്ക് പോവുകയാണ്. ആനമടയിലേക്ക് പോകാനായിട്ട് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. വിപിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ റെഡി, രഞ്ജിത്ത്, വിപിൻ, യുവി ആൻഡ് ജോജു. ഇവിടെ മുതൽ നമ്മളവിടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം. ആനമടയിലേക്കുള്ള യാത്രയിൽ ഒന്നാമത്തെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടം വരെ വരുന്നത് തന്നെ ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. സ്ഥലങ്ങൾ കണ്ട് യാത്രകൾ എൻജോയ് ചെയ്ത് അതിൻ്റെ ത്രില്ല് അനുഭവിച്ച് വരുന്ന ഒരു യാത്രയെന്ന് തന്നെ പറയാം. ഇവിടം വരെ എത്തിയത് അതുപോലൊരു യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ വഴിയില്ലാത്ത വഴിയിൽ കൂടെ എങ്ങനെയൊക്കെയോ നമ്മുടെ വണ്ടി താണ്ടി ഇവിടെ എത്തി. പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഫസ്റ്റ് വ്യൂ പോയിന്റ് ഈ കാഴ്ച, ഒന്നാമത്തെ കാഴ്ച. ഇനി ഇതുപോലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞാണ് ആനമട. സോ അത് കണ്ടോളൂ. ആ കാണുന്ന മലനിരകൾക്കപ്പുറം പറമ്പുകളാണ്. അപ്പോൾ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് നീങ്ങുകയാണ്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഒന്നാമത്തേതിനെക്കാട്ടിലും കിടിലൻ വ്യൂ ആയിട്ട്. അങ്ങ് ദൂരെ കാണുന്നത് പറമ്പിക്കുളം ഡാമാണ്. മഞ്ഞുള്ള കാരണം കാണാൻ പറ്റില്ല. പക്ഷേ ഡാമിൻ്റെ ശകലം വെള്ളം കെട്ടിക്കിടന്നത് ക്യാമറയിൽ അത് കിട്ടില്ല. ആനമടയിലേക്കുള്ള യാത്രയിലെ അടുത്ത കാഴ്ച കാരാസൂരി എന്ന സ്ഥലം. ഇവിടെയായിരുന്നു ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തതെന്നും അറിവുണ്ടായി. ഭയങ്കര കാറ്റും നോക്കത്ത ദൂരത്ത് കാഴ്ചകളുമായ ഒരു മനോഹരമായ സ്ഥലമായിരുന്നിത്. ഇപ്പോൾ നമ്മൾ കാരാശൂരി എന്നും പറഞ്ഞ് ഈ ആനമടയിലേക്കുള്ള യാത്രയിൽ കാരാശൂരി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ 40 ഹെയർ പിൻ ബെൻഡ് ഇറങ്ങി വന്ന ആളിയാർ ഡാം, തമിഴ്നാട്ടിലെ ആളിയാർ ഡാം കാണാൻ പറ്റുന്നത്. ഓരോ സ്ഥലങ്ങൾക്കും ഓരോരോ ഫീലാണ്. പക്ഷേ നെല്ലിയാമ്പതിയെ സംബന്ധിച്ചിടത്തോളം
വരുന്ന നെല്ലിയാമ്പതിക്ക് ഈ ഒരു കാലാവസ്ഥ നമ്മളെ ശരിക്കും കുളിരണിയിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ശരീരവും മനസ്സും ഒരുപോലെ റിലാക്സ് ആവുകയും ചെയ്യുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കാറ്റ് നിർത്താൻ മേലാത്ത പോലെ കാറ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പോകുന്ന പോലത്തെ കാറ്റ്. നോക്ക്, അപ്പോഴും ഷട്ടറിട്ട് നോക്കി. വീണ്ടും നമ്മുടെ യാത്ര തുടർന്ന് മിസ്റ്റ് വാലി റിസോർട്ടിൻ്റെ ബംഗ്ലാവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ബംഗ്ലാവാണ്. പല കാഴ്ചകളും ക്യാമറയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതിന് പരിധിയുണ്ട്. ഓറഞ്ച് തോട്ടമാണ് നമ്മളെ കാണുന്നത്. പഴയകാല ട്രാൻസ്ഫോമർ വർഷങ്ങൾക്ക് മുമ്പായിട്ടുള്ള ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയൊരു അമ്പലം. ഈ ആനമടയിലേക്ക് കാട്ടിൽ കൂടെയുള്ള യാത്രയിൽ നമ്മൾക്ക് വളരെയേറെ മൃഗങ്ങളെ കാണാൻ റെക്കോർഡ് ചെയ്യാൻ കിട്ടുകയുണ്ടായില്ല. ആന ഒഴിച്ച് കാട്ടുപോത്ത്, മ്ലാവ്, കുരങ്ങുകൾ, അതുപോലെ പക്ഷികളെല്ലാം, പാമ്പിനെയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷെ ഒന്നിനെയും റെക്കോർഡ് ചെയ്യാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. ആകെ ഒരു മ്ലാവിനെയും കാട്ടുപോത്തിനെയും മാത്രമേ നമുക്ക് ശരിയായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കിട്ടിയിരുന്നുള്ളൂ. വീണ്ടും ക്യാമറയ്ക്ക് നീതി പുലർത്താൻ കഴിയാത്ത മറ്റൊരു അപാര കാഴ്ച. ഇനി അവിടെ ഒരു കാട്ടുപോത്ത് വീണ്ടും നിൽപ്പുണ്ട്. ഓൾറെഡി ഒരെണ്ണത്തെ കണ്ടു. അതിന്റെ മേളിൽ ഒരെണ്ണമുണ്ട്. വീണ്ടും കാഴ്ചകൾ കണ്ട് ഓഫ് റോഡ് ഡ്രൈവും ചെയ്ത് നെല്ലിയാമ്പതി മലകൾ ഇറങ്ങി കാട്ടുപോത്തിനെയും മ്ലാവുകളെയൊക്കെ വീണ്ടും വഴിയിൽ കണ്ട് വിപിനോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിയുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അപ്പോൾ ഒരേ ഒരു തീരുമാനം ഉണ്ടായിരുന്നു: നെല്ലിയാമ്പതി ഞങ്ങൾ വീണ്ടും വരും. ആ അടുത്ത യാത്രയ്ക്കായി ഞങ്ങൾ ഈ കോവിഡ് കാലം കഴിയാനായിട്ട് നോക്കിയിരിക്കുന്നു.